Gcraftന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ജുംകാസ് നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. മേക്കിങ്ങിൻ്റെ ബേസും മറ്റുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങും നമുക്ക് മേക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഘട്ടവും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് അതിനെയൊക്കെ പ്ലാസ്റ്റർ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ചെയ്ത് കാണിച്ച് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേസ് മാത്രം കാണിച്ച് ഇങ്ങനെയാണ് ജിംകി ഉടലെടുക്കുന്നത് എന്ന് നിങ്ങളെ അറിയിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ ഇത് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ഫിനിഷിങ് ചെയ്ത് കാണിക്കാനാണെങ്കിൽ നമ്മളത് ഏതെങ്കിലും ഒരു ഫോട്ടോയോ മറ്റെടുത്ത് ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ ജുംക്കയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. ഓരോ ജുംകാസും ജ്വല്ലറിയിൽ പോയിട്ട് നമ്മൾ ഗ്ലാസ് കൂടിൽ കാണുന്ന മോഡലിൻ്റെ ഉത്ഭവം എല്ലാത്തിൻ്റെയും ബേസ് മോഡൽ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പണിസ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ജുംകാസ് റെഡിയാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിൻ്റെ മേക്കിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഫിനിഷിങ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങളുണ്ടാക്കുന്ന പുതിയ ഡിസൈൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്വർണ്ണത്തെക്കുറിച്ചുള്ള ഏതൊരു സംശയത്തിനും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഏകദേശം ജിംകി കളറിൻ്റെ സെക്ഷനിലേക്ക് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 6 ഗ്രാം വെയിറ്റ് വരുന്ന ജുംക്കയാണത്. ഫാൻസി ആയിട്ട് ഞങ്ങളത് കമ്പ്യൂട്ടർ ഡിസൈൻ എന്ന് പറയും. നെക്സ്റ്റ് ഒരു 8 ഗ്രാം ജുംകാസാണ്. 8 ഗ്രാം ഒരു 7.5 ഗ്രാമിൻ്റെ ഉള്ളിലൊക്കെ 7 to 8 ഗ്രാമിൽ വരുന്ന പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അംബ്രല ജുംകാസാണ്. അടുത്തത് നമുക്ക് ഒരു 5 ഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്ന ബോൾസൊക്കെ വെച്ചിട്ട് ഇത് നമുക്കൊരു 6 ഗ്രാമിൽ ചെയ്യാം. ബോൾസ് തന്നെയാണ്. പിന്നെ ഇതൊരു 5 ഗ്രാമിൻ്റെ ഉള്ളിൽ 5-5.5 ഗ്രാം ആ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാം പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ജുംകാസുകളാണ്. ബോൾസ് വെച്ചിട്ടുള്ള വേറൊരു 600-7 ഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ജുംക്കയാണ്. ഇതൊരു 6 ഗ്രാം വരും. പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ നേരത്തെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടതിൻ്റെ സ്ക്വയർ ജുംകാസാണ്. പിരമിഡ് ഇത് നമുക്ക് ഏകദേശം ഒരു പെട്രോൾ മാക്സ് പോലെ നിൽക്കുന്ന ഒരു ജുംക്കയാണ്. പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് വേറൊരു 8 ഗ്രാമിൻ്റെ നല്ലൊരു ജുംക്കയാണ്. ഇത് ഒരു 7 ഗ്രാമോളം വരുന്ന നല്ല ഒരു സ്പ്രിങ് ജുംക്കയാണ്. സ്പ്രിങ് ആയിട്ട് കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ജുംക്കയാണ്. ഇതതുപോലെ നമ്മളൊരു പെട്രോൾ മാക്സ് പോലെ ഉള്ളിൽ കിളിക്കൂടിനുള്ളിൽ ബോൾസൊക്കെ ചാത്തിയിടുന്ന വേറൊരു ടൈപ്പ് ഓഫ് ജുംക്കയാണ്. നല്ല രസമുള്ളതാണ്. ഇത് നമ്മളുടെ ഭരതനാട്യം 3 ലൈൻ ജിംകി ഫാൻസി. സാധാരണ അതിൽ കശയാണ് വരാറ്. എണ്ണൊക്കെ വെച്ച് ബോളൊക്കെ വെച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു 3 ലൈൻ ജിംക്കയാണ്. ഭരതനാട്യം എന്ന് നമ്മൾ മലയാളികൾ പറയും. ഇത് ഇതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ബോൾസ് മാത്രം വെച്ചിട്ടുള്ള മേലെ ഇത് വെച്ചിട്ട് 7 ഗ്രാമിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മളുടെ മദ്ദളം ജുംക്ക എന്ന് പറയും. കശ കൊണ്ട് മദ്ദളം ടൈപ്പിൽ ഒരു 6 ഗ്രാം 6,500 ആ റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്നൊരു ജുംക്കയാണ്. ഇത് നമുക്കൊരു 8 ഗ്രാമിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ജുംക്കയാണ്. ഇത് നമുക്കൊരു 6 ഗ്രാമിൽ ചെയ്യാൻ പറ്റും. 6 ഗ്രാമിൽ അല്ലെങ്കിൽ ഒരു 5 ഗ്രാം മുതൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന വേറൊരു ജുംക്കയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ജുംകാസുകളാണ്. നമ്മൾ ജുംക്കയുടെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജുംക്കയുടെ വീഡിയോസ് അധികം തന്നെ വരുന്നത്. എല്ലാവരും പാർട്ടി വെയറായിട്ട് അധികം യൂസ് ചെയ്യുന്നതും ജുംക്ക തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിലൊന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സിൻ്റെ ഡിസൈൻസും അല്ലെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച ഏത് സംശയങ്ങൾക്കും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. വിൽക്കുവാനോ വാങ്ങുവാനോ ചാനലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ആൻസർ നൽകുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻ, ഗോൾഡ് എടുക്കാനുള്ള സജഷനോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് നല്ലൊരു മറുപടി
എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതൊരു 8 ഗ്രാമിൻ്റെ ഡബിൾ സ്റ്റെപ്പാണ്. അതിനിടയിൽ ഒരു ബോൾസ് ചേർത്തിട്ടുള്ള ഇതുപോലത്തെ പുതിയ ഇയറിങ്സുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടർക്കും ബൈ.